ഇന്നത്തെ എൻ്റെ യാത്ര റോട്ടിൽ നിന്ന് റൗണ്ടിലേക്കാണ്. നാളെയാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസമായി എന്ന് സാധാരണഗതിയിൽ ജനസഹസ്രങ്ങൾ എത്തേണ്ടതാണ്. ഇന്ന് ഉച്ചയോടുകൂടി പെയ്ത മഴയിൽ കുറേ പേരെങ്കിലും ആശങ്കയോടെ ശങ്കിച്ച് പൂരപ്പറമ്പിലേക്ക് വരാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സാധാരണഗതിയിൽ പൂരത്തിൻ്റെ തലേന്ന് പൂരത്തിൻ്റെ അത്ര തന്നെ ഇല്ലെങ്കിലും നല്ല ജനത്തിരക്ക് ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ഉച്ചയോടുകൂടി തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും നല്ല ശക്തമായ മഴ ലഭിക്കുകയുണ്ടായി. നല്ല ഇടിവെട്ടോട് കൂടിയിട്ടുള്ള ഒരു മഴയായിരുന്നു. ഇന്നലെയായിരുന്നു സാമ്പിൾ വെടിക്കെട്ട്. ഭാഗ്യത്തിന് സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷമാണ് മഴ ആരംഭിച്ചത്. അതുകൊണ്ട് സാമ്പിൾ വെടിക്കെട്ട് നടത്താൻ പറ്റി. അത്യാവശ്യം ജനത്തിരക്കുണ്ടായിരുന്ന ഒരു സന്ദർഭമായിരുന്നു സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ഇന്നലെ ദിവസം. ഈ കണക്കിന് നാളെ ഇതുപോലെ ഒരു മഴ ദിവസമാണെങ്കിൽ പൂരത്തിന് അല്പം മങ്ങലേൽക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പതുക്കെ പൂരപ്പറമ്പിലേക്ക് നടന്നു. ഇപ്പോഴത്തേക്ക് ഗോപുര നടയിൽ അതിനോട് ചേർന്ന ഗ്രൗണ്ടിലാണ് ഈ തെരുവ് സർക്കസ് അരങ്ങേറുന്നത്. കുറച്ച് നേരം ഞാൻ അത് നോക്കി നിന്നു. സർക്കസ് എന്ന് പറഞ്ഞാൽ അതൊരു ഞാണിന്മേൽ കളിയാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന ഒരു കലയാണ് സർക്കസ്. സർക്കസ് കാണാൻ കാണികൾ ധാരാളമുണ്ടാവും. പക്ഷേ പിരിവിൻ്റെ സമയത്താണ് കാണികൾ സുനാമി തിരകൾ വന്നു പോകുന്ന പോലെ കളികളത്തിന് ചുറ്റും നിന്നും അപ്രത്യക്ഷമാവുന്നത്. എന്നാലും അവർ ഇത് പലതവണയായി ഈ കളികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾ ഒഴിയുന്നത് വരെ അവർ ഇടപെട്ട് ഈ സർക്കസ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കിട്ടുന്ന ഏതാനും ചില നോട്ടുകളും നാണയത്തുട്ടുകളും മതിയാവും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ധാരാളം വഴിവാണിഭക്കാർ പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് പൂരപ്പറമ്പിൽ തമ്പടിച്ചിട്ടുണ്ട്. ധാരാളം നോർത്ത് ഇന്ത്യൻ വഴിവാണിഭക്കാരനെയും എനിക്ക് കാണാൻ സാധിച്ചു. ഇതാണ് തെക്കേ ഗോപുര നട. നാളെ ഇവിടെയാണ് പൂരത്തിൻ്റെ കുടമാറ്റം അരങ്ങേറുന്ന. പൂഴിനുള്ളിയിട്ടാൽ പോലും താഴത്തത്രം ജനസഞ്ചയം തടിച്ചുകൂടുന്നൊരു വേദിയാണ് ഈ തെക്കേ ഗോപുര നട. ഇന്നും സാമാന്യം ജനത്തിരക്കുണ്ടാവേണ്ടതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മഴയുടെ ഒരു ലാഞ്ചന ജനങ്ങളുടെ ശോഭയെ അല്പം കെടുത്തിക്കളഞ്ഞു. പൂരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പൂരത്തിൻ്റെ തലേന്ന് ആ പൂരപ്പറമ്പിൽ കാഴ്ചകൾ അങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് സമയത്തിന് വെറുതെ വിട്ടുകൊണ്ട് അലസഗമനം. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം. സാധാരണഗതിയിൽ ഏകാന്തമായ യാത്രകളായിരിക്കും പലപ്പോഴും. അങ്ങനെയാവുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട കാഴ്ചകൾ കണ്ട് അല്പനേരം അവിടെ നിൽക്കണമെന്ന് തോന്നിയാൽ നിൽക്കാം, അല്ല അവിടെ നിന്ന് പോകണമെന്ന് തോന്നിയാൽ പോകാം. സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടം താലോലിച്ചുകൊണ്ട് നമുക്ക് നീങ്ങുവാനുള്ള ഒരു സന്ദർഭം. കാഴ്ചകൾ പലതരം കാഴ്ചകളുണ്ടല്ലോ. അവൾ ഇഷ്ടപ്പെട്ട കാഴ്ച സ്ഥലത്ത് കുറച്ച് നേരം കൂടുതൽ നേരം ചിലവഴിച്ചുകൊണ്ട് അങ്ങനെ പതുക്കെ യാതൊരു പരാതിയോ പരിഭവമോ കൂടാതെ പതുക്കെ ആ പൂരപ്പറമ്പിനെ വലയം വയ്ക്കുക. കാണുന്ന കാഴ്ചകൾ
അവ ഹൃദയത്തിലേക്ക് പകർത്തിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുക. അതാണ് എൻ്റെ ഏതൊരു ഉത്സവ പ്രദേശമായാലും പെരുന്നാൾ ദേശമായാലും എവിടെയായാലും എൻ്റെ മനസ്സിനെ ഞാൻ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുക. അതാണ് എൻ്റെ എന്നത്തെയും ഹോബി. ഇന്ന് കാലത്താണ് ഈ തെക്കേ ഗോപുര നട വഴി നെയ്തല കാവിലമ്മയുമായി എറണാകുളം ശിവകുമാർ പുറത്തിറങ്ങുന്ന കാഴ്ച കാണാനായി ജനസഹസ്രങ്ങളാണ് എത്തിച്ചേർന്നിരുന്നത്. അത് പൂരത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടിന് തുല്യമായിരുന്നു. നാളെ രാവിലെ മുതൽ, അതായത് 7:30 മുതൽ ഘടകപൂരങ്ങൾ ഈ മൈതാനത്തിലേക്ക് വന്നു തുടങ്ങും. ഘടകപൂരങ്ങൾ 8 ആണെങ്കിലും ദിക്കെട്ടിൽ നിന്നും എത്തുന്ന കാഴ്ചക്കാരൻ പൂരത്തിൻ്റെ പ്രാണൻ. പൂരത്തിൽ പങ്കെടുക്കാത്ത വടക്കുനാഥനാണ് ആ കാഴ്ചക്കാരിൽ പ്രമാണി. രാവിലെ 11 തെക്കേ മഠത്തിന് സമീപം എത്തിയാൽ മനസ്സ് നിറയ്ക്കാൻ മഠത്തിൽ വരവും പഞ്ചവാദ്യമുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് വടക്കേ മഠത്തിലെ ഇറക്കി പൂജ കഴിഞ്ഞ് കയറി വരുന്ന വരവാണ് മഠത്തിൽ വരവ്. അതിനാണ് നാളെ രാവിലെ ജനം ഉണർന്ന് തേക്കൻകാട് മൈതാനത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത്. മഠത്തിൽ വരവിന് പഞ്ചവാദ്യമാണ്. പഞ്ചവാദ്യ മധുരം സ്വീകരിക്കാനായിട്ട് വൻ ജനവാലിയാണ് കാത്തു നിൽക്കുന്നുണ്ടാവുക. കോങ്ങാട് മധുവിൻ്റെ പ്രാമാണികത്വത്തിൽ കലാകാരന്മാർ പങ്കെടുക്കുന്ന ആ മധുരം നുകർന്നു തീർന്നാലുടൻ ഇലഞ്ഞിത്തറമേളമുണ്ട്. ജനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് വെച്ച് പിടിപ്പിക്കും. വടക്കുനാഥൻ്റെ സന്നിധിയിലെ ഇലഞ്ഞി ചുവട്ടിൽ ഉച്ചച്ചൂടിൽ അലിയാത്ത കുളിരുമായി മേളക്കമ്പക്കാർ നിരക്കും. പൂഴി ഇട്ടാൽ പോലും നിലത്ത് വീഴാത്തത്ര ജനസഞ്ചയമായിരിക്കും നാളെ ഇലഞ്ഞിത്തറമേളം കാണാനായിട്ട് അവിടെ എത്തുക. ഉച്ചയ്ക്ക് 12 പാറമേക്കാവിൽ ചെമ്പട കൊട്ടി ആരംഭിച്ച മേളം ഇലഞ്ഞിത്തറയിൽ എത്തുമ്പോഴേക്കും അവിടെ ജനസാഗരമായിരിക്കും. 2:10 ഇവിടെ ചെണ്ടപ്പുറത്ത് കോലു വീഴും. ഇവിടെ കിഴക്കൂട്ട് അനിയന്മാരാർ വിളമ്പുന്ന സദ്യയാണ് ഇക്കുറി ഇലഞ്ഞിത്തറമേളം. ഈ സമയം തിരുവമ്പാടിയുടെ പാണ്ടിമേളത്തിന് ചരനിലർ ശങ്കരൻകുട്ടിമാരാർ പ്രമാണിയാകും. പിന്നെയാണ് ലോകം മുഴുവൻ കണ്ണു നട്ടിരിക്കുന്ന തെക്കോട്ടിറക്കവും കുടമാറ്റവും. മഴ എന്ന ഒരു ശല്യക്കാരൻ, അതായത് നാളെ മഴ നമുക്കെല്ലാവർക്കും തൃശ്ശൂകാരെ സംബന്ധിച്ചിടത്തോളം ശല്യക്കാരൻ തന്നെയാണ്. നാളെ കഴിഞ്ഞാൽ പിന്നെ എന്തുമായി കൊള്ളട്ടെ എന്നാണ് തൃശ്ശൂകാരൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന. മഴയിൽ അലങ്കോലപ്പെടാതിരിക്കാൻ എല്ലാവരുടെയും മനസ്സിൽ പ്രാർത്ഥനയാണ്, ജാതി മതഭേദമെന്നെ. അങ്ങനെയാണ് മഴയില്ലെങ്കിലാണ് ലോകം മുഴുവൻ കണ്ണു നട്ടിരിക്കുന്ന ആ തെക്കോട്ടിറക്കവും കുടമാറ്റവും കാണാൻ സാധിക്കുക. പാറമേക്കാവിലമ്മയുമായി ഗുരുവായൂർ നന്ദനും തിരുവമ്പാടി ഭഗവതിയുമായി തിരുവമ്പാടി ചന്ദ്രശേഖരനുമാണ് ഇക്കുറി എഴുന്നള്ളുന്നത്. ഇരു ഭഗവതിമാരും മുഖാമുഖം നോക്കി നിൽക്കുമ്പോൾ ഇരുവശത്തെയും ആനച്ചന്ത് നോക്കി കാണാൻ ജനം തിക്കി തിരക്കി എത്തും. 15 കൊമ്പന്മാരാണ് ഇരുവശത്തും ആനപ്പുറത്ത്. കുടകൾ പലവിധം മാറി മാറി നിവരുമ്പോൾ പൂരപ്പറമ്പ് നിറഞ്ഞ ജനം ആവേശം കൊണ്ട് ആർപ്പ് വിളിക്കും. ഇരുവശവും ഒന്നിനൊന്ന് മികവായിരിക്കും. ഇരുവശവും കുടകൾ നിവർത്തി മത്സരിച്ചുള്ള കുടമാറ്റം അവർക്കിന് ഒരു വർഷത്തേക്ക് മനസ്സിൽ സൂക്ഷിക്കാനുള്ള കാഴ്ചയാണ്. രാത്രി 10:30 പാറമേക്കാവിൻ്റെ പഞ്ചവാദ്യത്തിന് ചോറ്റനിക്കര നന്ദപ്പമാരാർ പ്രമാണിയാകും. ഈ സമയം തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് സമയത്ത് പഞ്ചവാദ്യം ആവർത്തിക്കും. പിന്നെ അധികം ഇടവേളയില്ല. തിങ്കളാഴ്ച പുലർച്ചെ 3 വെടിക്കെട്ട് ആരംഭിക്കും. ആദ്യം തിരുവമ്പാടിയും തുടർന്നും പാറമേക്കാവും തിരുവളുത്തും. മാനത്ത് പൂരം നിറയും, മനസ്സും നിറയും. മറ്റന്നാൾ പകൽ പൂരം.
അതിനുശേഷം 12:30 പകൽ വെടിക്കെട്ട്. അങ്ങനെ തൃശ്ശൂർ പൂരം ഈ വർഷം അനവധി മധുരസ്മരണകൾ നിറച്ചുകൊണ്ട് കടന്നു പോകുവാനുള്ള പ്രാർത്ഥനയിലാണ് ജനങ്ങൾ. എല്ലാവരുടെ മനസ്സിലൊരേ പ്രാർത്ഥന മാത്രം: ദൈവമേ, നാളെ മഴ പെയ്യാതെ കാത്തുകൊള്ളണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. ഞാൻ ഈ പൂരപ്പറമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത് ഇത്തരം ചിന്തകളാണ്. ഒരു വർഷത്തേക്കായിട്ട് ജനങ്ങൾ, തൃശ്ശൂർകാർ മനസ്സിൻ്റെ സ്റ്റെപ്പിൽ സൂക്ഷിക്കുന്ന ഒരു മധുരമുള്ള ഓർമ്മയാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർകാർക്ക് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഒരു വർഷം ആരംഭിക്കും. അടുത്ത വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് ഉള്ള ഒരു കാത്തിരിപ്പ്, അതാണ് തൃശ്ശൂർകാരുടെ ഒരു വർഷം ആയി ആചരിക്കുന്നത്. സത്യത്തിൽ അതുതന്നെയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ ജനസഞ്ചയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഓടിയണയുന്നത്. തൃശ്ശൂരിൻ്റെ പുതുവർഷം ആഘോഷിക്കാനായിട്ട് എത്തുന്നത് പോലെ അവർ ഈ പൂരപ്പറമ്പിലേക്ക് ഒഴുകിയെത്തും. സാധാരണ ലോകത്തിൽ പുതുവർഷം ജനുവരി 1-നാണ് ആഘോഷിക്കുക. ഇവിടെ ജനങ്ങൾ സാങ്കല്പികമായി ആഘോഷിക്കുന്നത് തൃശ്ശൂർ പൂരമാണ് എന്ന് മാത്രം. അത്രമാത്രം തൃശ്ശൂരിലെ ജനത, കേരളത്തിലെ ജനത, ഇന്ത്യയിലെ ജനത തന്നെ ഈ തൃശ്ശൂർ പൂരത്തെ വിശ്വപ്രസിദ്ധമാക്കി ഒരു കാഴ്ചയുടെ നിറക്കൂട്ടാക്കി മാറ്റിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരമാണ് മറ്റെല്ലാ പൂരങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് തോന്നും. എങ്ങനെയാണ് തൃശ്ശൂർ പൂരം ഉണ്ടായത്? അതിനെക്കുറിച്ചൊരു പഴമക്കാരുടെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ, ആറാട്ടുപുഴ ദേവസംഗമത്തിനാണ് തൃശ്ശൂരിലുള്ള പൂരങ്ങളെല്ലാം അവിടെ എത്തിച്ചേർന്നിരുന്നത്. അവിടെയാണ് വിശ്വപ്രസിദ്ധമായ ദേവസംഗമം നടക്കുന്ന ആറാട്ടുപുഴ പൂരം. അവിടേക്കാണ് തൃശ്ശൂർ, തിരുവമ്പാടി, പാറമേക്കാവ്, നെയ്തലക്കാവ്, അങ്ങനെ 8 ഘടക പൂരങ്ങളും അടക്കം അങ്ങോട്ടാണ് പോയിരുന്നത്. ഒരു വർഷം മഴ കാരണം ആറാട്ടുപുഴയിലേക്ക് എത്താൻ അവർ താമസിച്ചു പോയി. ആറാട്ടുപുഴ പൂരത്തിൻ്റെ നടത്തിപ്പുകാർ ഇവരെ പൂരത്തിന് എഴുന്നള്ളിക്കാൻ അനുവദിച്ചില്ല എന്നാണ് ചരിത്രം. ഇതിൽ കുപിതനായ ശക്തൻ തമ്പുരാൻ, ഇനി മുതൽ നമുക്ക് തൃശ്ശൂരിൽ നമ്മുടെ പൂരം ആഘോഷിച്ചാൽ മതി, വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ ആവട്ടെ ഇനിയുള്ള പൂരങ്ങൾ എന്ന് പറഞ്ഞ് കുപിതനായ ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ചതാണ് തൃശ്ശൂർ പൂരം. ആ പൂരം ഇന്ന് വിശ്വപ്രസിദ്ധമായ, ലോകജനത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ പോലും സ്ഥാനം പിടിച്ച തൃശ്ശൂർ പൂരം. അങ്ങനെ എത്രയോ കഥകൾ തൃശ്ശൂർക്കാർക്ക് പൂരത്തെക്കുറിച്ച് പറയാനുണ്ട്. തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന ഓരോ കൊച്ചു കുട്ടികൾക്കും പറയാനുള്ളത് ഈ പൂരത്തിൻ്റെ ആവർത്തനങ്ങൾ മാത്രം. പക്ഷെ ഓരോ ആവർത്തനങ്ങളും ഓരോ പുതിയ കാഴ്ചകളും നിറവസന്തങ്ങളുമാണ് അവരിൽ ചേർത്ത് വച്ചിരുന്നത് എന്ന് മാത്രം. നാളെ നടക്കുന്ന ജനസഞ്ചയം, അതിലേക്ക് മിഴിനട്ടാണ് തൃശ്ശൂർ ഉണരാൻ പോകുന്നത്. ഇന്ന് മാനം അല്പം കുസൃതി കാണിച്ചതിനാലാണ് ജനസഞ്ചയം അല്പം കുറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രത്തോളം തന്നെ
ജനങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ നിറയുമായിരുന്നു. പലർക്കും പലതരം ലക്ഷ്യങ്ങളുണ്ടല്ലോ. നിരവധി ആനകളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം, അടുത്ത് കാണുവാനുള്ള അവസരം. പൂരത്തിനാകുമ്പോൾ അകലെ നിന്ന് വേണം ആനകളെ വീക്ഷിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക്. എന്നാൽ ഇന്നത്തെ ദിവസം ഒരു വേലികെട്ടിന് മാത്രം അകലത്തിൽ ആനകളെ തൊട്ടടുത്ത് കാണാവുന്ന നിലയ്ക്ക് തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിരനിരയായി നിർത്തിയിരിക്കുന്ന കൊമ്പന്മാരെ കാണുവാനായിട്ടുള്ള ഒരു അവസരം. അതോടൊപ്പം പൂരത്തിന് ആനകൾ അണിയുന്ന ചമയങ്ങളുടെ പ്രദർശനം തിരുവമ്പാടിയുടെ സത്രത്തിനടുത്തുള്ള ഹാളിലാണ്, കൗസ്തുഭം ഹാളിലാണ് തിരുവമ്പാടിയുടെ ആനച്ചമയങ്ങൾ നിരത്തിയിട്ടുള്ളത്. പാറമേക്കാവ് അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഹാളിലാണ് അവിടുത്തെ ചമയങ്ങൾ ജനങ്ങൾക്കായിട്ട് പ്രദർശിപ്പിക്കുന്നത്. അതും കാണേണ്ട കാഴ്ചയാണ്. അതിനിടയിൽ ആനകളുടെ കുസൃതി നിറഞ്ഞ തുമ്പിക്കൈയും ചെവിയും ആട്ടിക്കൊണ്ടുള്ള നൃത്തം കാണാനായിട്ട് കൊച്ചുകുട്ടികൾ പോലും വാശി പിടിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ തലേന്ന്. വളരെ നയനമനോഹരമായ അലങ്കാര പന്തൽ കാണുവാനും ഇന്നാണ് കുറച്ചുകൂടി സൗകര്യമുള്ളതായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇരുന്നാൽ തീരില്ല. പലതരം കാഴ്ചകളിലൂടെ, ഓർമ്മയുടെ ചെപ്പ് തുറക്കുമ്പോൾ നമുക്ക് മുമ്പിൽ വിടരുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ വസന്തങ്ങൾ. തൃശ്ശൂർ പറമ്പിൽ എത്തിയാൽ പഴമക്കാരുടെ ചുണ്ടുകളിൽ പഴമയുടെ പൂരമായിരിക്കും. യുവതലമുറയുടെ ചുണ്ടിലാണെങ്കിൽ പുതിയ ആധുനികമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകളും സംസാരങ്ങളുമാണ് അവരുടെ ചുണ്ടുകളിലൂടെ വരിക. എല്ലാവരും ഒരേ മനസ്സിൽ ആസ്വദിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. മഴ കാരണം ഇന്ന് വഴിവാണുമിക്കാർക്ക് അല്പം ധനനഷ്ടം, അതായത് അവരുടെ കച്ചവടം നടക്കാത്തൊരവസ്ഥ ഇന്ന് സംജാതമായിരിക്കുകയാണ്. പലരും മഴയെ അവഗണിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയും കാണുവാനായി, അതായത് തൃശ്ശൂർ പൂരം കാണാൻ, ആനച്ചമയം കാണുവാൻ, ആനകളെ കാണുവാൻ വീട്ടിൽ നിന്ന് കുടയെടുക്കാൻ മറന്നുപോയവരാണ് ഇവരിൽ ഭൂരിഭാഗവും. അതിനർത്ഥം അവർ തൃശ്ശൂർ പൂരത്തെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചവരാണ്. പലരും വലിയ ശക്തിയിൽ പെയ്ത് ഇറങ്ങുന്ന മഴയെ തൃണവൽക്കരിച്ചുകൊണ്ട് ആനകളെ കാണാൻ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടയുള്ളവർ നാമം മാത്രമാണ്. ആനകൾ നടന്നു നീങ്ങുന്ന അതിമനോഹരമായ കാഴ്ച. മഴയില്ലെങ്കിൽ ഇവർ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നേനെ. മഴ കാരണമാണ് ഇപ്പോൾ അവർ അവരുടെ ആന താവളത്തിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
സാമ്പിൾ വെടിക്കെട്ടിനും വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു തൃശ്ശൂരിലുണ്ടായിരുന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് മുമ്പായിട്ട് തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തും മഴയുണ്ടായിരുന്നു. പക്ഷേ വെടിക്കെട്ടിൻ്റെ സമയത്ത് മഴ മാറി നിൽക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൃശ്ശൂർ പൂരപ്പറമ്പിലേക്ക് ഓടിയെത്തിയ ജനസഹസ്രങ്ങളായിരുന്നു. സാമ്പിൾ വെടിക്കെട്ടിന് ശേഷമാണ് മഴയുണ്ടായത് എന്നതിനാൽ അത് കാണുവാനായിട്ട് ജനങ്ങൾക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ. ഇത് തിരുവമ്പാടിയുടെ ആനച്ചമയത്തിൻ്റെ ഹോളാണ്. വളരെ മനോഹരമായ കാഴ്ചയ്ക്ക് എന്താ പറയുക, 7 വർണ്ണങ്ങൾ എന്നല്ല പറയുക, 70,000 വർണ്ണങ്ങൾ നിറഞ്ഞ മുത്തുക്കുടകൾ, ആനച്ചമയ, നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, ആനയ്ക്ക് കിട്ടുന്ന ഭംഗിയുള്ള വടം തുടങ്ങിയവയെല്ലാം ഇവിടെ ജനങ്ങൾക്ക് മനസ്സിൽ കുളിർമ പെയ്ച്ചുകൊണ്ട് കാണുവാൻ സാധിച്ചു. പുറത്ത് തിമിർത്ത് പെയ്യുന്ന അതിശക്തമായ മഴയാണ്. കുട പോലും ചൂടി നടക്കാൻ പറ്റാത്ത അത്രയും ശക്തിയോടെയാണ് മഴ പുറത്ത് തൻ്റെ സംഹാര താണ്ഡവം ആടുന്നത്. അതൊന്നും അറിയാത്ത വണ്ണമാണ് ജനങ്ങൾ ഈ ഹാളിൽ ആനച്ചമയങ്ങൾ കാണുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. പുറത്തെ ആ കോലാഹലങ്ങളൊന്നും അവരുടെ മനസ്സിലില്ല. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വർണ്ണവിസ്മയങ്ങൾ മായാ കാഴ്ചയിലൂടെ ഹൃദയത്തിലേക്ക് പകർത്തുക എന്ന ഒരു റെക്കോർഡിംഗ് സംവിധാനം മാത്രമാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുള്ളത്. വളരെ മനോഹരമായ ആനച്ചമയങ്ങൾ. ശരിക്കും ഇത് കണ്ടു തീർക്കണമെങ്കിൽ 2-3 മണിക്കൂർ വേണം. പക്ഷെ ജനങ്ങളുടെ ബാഹുല്യം നിമിത്തം നമുക്ക് ജസ്റ്റ് ഇവയെ കണ്ട് നീങ്ങുവാനേ തരമുള്ളൂ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നാലെ വരുന്നത് ആയിരക്കണക്കിന് ജനങ്ങളുടെ വരിയാണ്. അതിനാൽ ഓടിച്ച് കണ്ടുപോവുക എന്നതിൽ വിട്ട് മറ്റൊന്നും നമുക്ക് ചെയ്യാനുമില്ലല്ലോ. ഇന്ന് പെയ്യുന്ന ഈ മഴ നാളത്തേക്ക് ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയാണ് ഓരോ ജനങ്ങളിലും. പലരും ഇവിടെ നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും മത്സരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഞാൻ ആലോചിക്കുന്ന ഇത്രയും വലിയ തിരക്കിലും അവർ അതിനുള്ള സമയവും സന്ദർഭവും കണ്ടെത്തുന്നു. അതിലാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. അതായത് മലയാളിയുടെ ഒരു സ്വഭാവമാണ് വീണിടം വിദ്യയാക്കുന്ന വിദ്യ. എത്ര ജനത്തിരക്കുണ്ടായാലും അവർ അവരുടെ സെൽഫി എടുക്കും, അവരുടെ കുടുംബത്തിൻ്റെ ഫോട്ടോ അവിടെ നിന്ന് എടുക്കും. അതൊന്നും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. നമുക്കതിൽ കുറ്റം പറയാനാവില്ലല്ലോ. ഇനി 1 വർഷം കഴിയണം ഇതേ ഒരു കാഴ്ച കാണുവാനായിട്ട്. അവർ അവരുടെ സെൽഫി എടുക്കട്ടെ, കുടുംബത്തിൻ്റെ ഫോട്ടോ എടുക്കട്ടെ. ഞാനങ്ങനെ തിരുവമ്പാടിയുടെ ഈ ആനച്ചമയം കാണുന്ന ഓരോ സന്ദർഭങ്ങളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മുകളിലും താഴത്തുമായിട്ടാണ് ആനച്ചമയങ്ങൾ, കുടകൾ എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. മുകളിൽ കൂടുതലും കുടകളും ചമയങ്ങളുമാണെങ്കിൽ താഴെ വ്യത്യസ്തമായിട്ടുള്ള ടേബിളോ നിറഞ്ഞ കുടകളാണ് കാണാൻ സാധിക്കുക. ശിവപാർവതിയുടെ കുടകൾ, ലക്ഷ്മിയുടെ കുടകൾ, അങ്ങനെ പുലിക്കളിയുടെ കുടകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് താഴത്തെ നിലയിൽ ഒരുക്കിയിട്ടുള്ളത്. വളരെ മനോഹരമായ ഈ ദൃശ്യങ്ങളിലേക്ക്
നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ നിറങ്ങളും നിറക്കൂട്ടുകളും ചാലിച്ച് എഴുതിയതാണ് ഈ മുത്തുകുടകളിലും വർണ്ണക്കുടകളിലും വ്യത്യസ്തമാർന്ന കുടകളിലും ചേർത്തിരിക്കുന്നത് എന്ന് തോന്നും. ഓരോ നിറങ്ങളും ഒന്നിനൊന്ന് മെച്ചം. നിറത്തെക്കുറിച്ച് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. നമ്മളൊരു തുണിക്കടയിൽ തുണി എടുക്കുവാൻ ചെല്ലുമ്പോൾ ഇത്രയും കൺഫ്യൂഷൻ നമുക്കുണ്ടാകാറില്ല. അത്രത്തോളം നിറങ്ങളുടെ വൈവിധ്യമാണ് ഇവിടെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 12 കിലോമീറ്റർ നീളമുള്ള നൂലുകൊണ്ട് തിരുവമ്പാടിയുടെ ഒരു ചിത്രം വരച്ചു വെച്ച ആ കലാകാരനെ നമിക്കാതെ വയ്യ. ഏകദേശം 12 കിലോമീറ്റർ നീളമുള്ള റിയൽ നൂല് കൊണ്ടാണ് ആ ഒരു ചിത്രം ഒരു ക്യാൻവാസിൽ എന്ന പോലെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആൾക്കാരുടെ തിരക്കായിരുന്നു. എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ വർണ്ണത്തിൻ്റെ മായ ചിത്രങ്ങൾ വാരി വിതറിക്കൊണ്ട് ഈ മുത്തുകുടകൾ ഇങ്ങനെ ഈ ഹാളിൽ ഇരിക്കുകയാണ്. നാളെ വൈകിട്ട് ഇവയെല്ലാം വാനിലേക്ക് ജനങ്ങളുടെ ആർപ്പുവിളികളോടെ ഉയർത്തുന്ന കാഴ്ചയിലേക്കാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിന് പുറമെ രഹസ്യമായിട്ട് ഉള്ള കുടകൾ ഉണ്ടായിരിക്കും. അത് നാളെ കുടമാറ്റത്തിനായിരിക്കാം ഒരു പക്ഷേ കാണികൾക്ക് കാണാനാവുക. എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കി കഴിഞ്ഞാൽ പിന്നെ കുടമാറ്റത്തിന് രസമില്ലല്ലോ. അതുകൊണ്ട് രഹസ്യമാക്കി വ്യത്യസ്തമാർന്ന കുടകളെല്ലാം അവർ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരിക്കും. ഇത്രയും അധികം കുടകളാണ് പൂരത്തിന് കുടമാറ്റത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നാളെ ഉച്ചതിരിയുന്നതോടെ ജനങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് ഈ കുടകളുടെ മാസ്മരിക നിറങ്ങൾ കാണുവാനുള്ള ആർപ്പുവിളികളുമായിട്ടുമായിരിക്കും. അതിന് മഴ ഒരു ശല്യമാവാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് എനിക്കും തൃശ്ശൂർ നിവാസികൾക്കും പൂരത്തെ നെഞ്ചിലേറ്റിയിട്ടുള്ള ബഹുസഹസ്രം ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക. വളരെ വ്യത്യസ്തമാർന്ന കുടകളാണിത്. ശിവൻ്റെ ആകൃതിയിലുള്ള കുടകൾ, ശിവപാർവതിയുടെ ആകൃതിയിലുള്ള കുടകൾ, ലക്ഷ്മിയുടെ ആകൃതിയിലുള്ള കുടകൾ, അങ്ങനെ വ്യത്യസ്തമാർന്ന പലതരം കുടകൾ നമുക്കിവിടെ കാണാം. ഇവയെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ആ കലാകാരന്മാരെ നമിക്കാതെ വയ്യ. ഇവയ്ക്ക് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തിക്കും തിരക്കും കൂട്ടുന്ന പൂരപ്രേമികളെ കാണുമ്പോൾ എന്താണ് പറയുക? അവർ അതെടുക്കട്ടെ എന്ന്. അത് പിന്നാലെ വരുന്ന ജനക്കൂട്ടങ്ങൾക്ക് കാണുവാനുള്ള അവസരം കുറയുമെന്നോ ഒന്നും തന്നെയില്ല. എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സ് നിറച്ച് പതുക്കെ പുറത്തു പോയാൽ മതി എന്ന ഒരു താല്പര്യത്തോടെയാണ് ഇവിടെ കൂട്ടിയിട്ടുള്ള ജനങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തിക്കും തിരക്കും കൂട്ടാൻ ആർക്കും താല്പര്യമില്ല എന്ന് വേണം പറയാൻ. എത്ര നയനമനോഹരമായ വ്യത്യസ്തമാർന്ന കുടകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നാളെ കാലത്ത് മുതൽ തുടങ്ങുന്ന ഘടകകക്ഷികളുടെ പൂരങ്ങൾ, ഇലഞ്ഞിത്തറമേളം, മഠത്തിൽ വരവ്, കുടമാറ്റം, അതിനുശേഷം പുലർച്ചെ മാനത്ത് വിരിയുന്ന ദൃശ്യ നാദവിസ്മയമായ പൂരവെടിക്കെട്ട്, അവയ്ക്കെല്ലാം ആർപ്പുകളുടെ കൈകൾ ഉയർത്തി ആരവമുയർത്താൻ വരുന്ന ജനങ്ങൾ. ഈ വക ചിന്തകളുമാണ് എൻ്റെ മനസ്സിൽ നിറയെ. അതിനാൽ സമയം പോയത് അറിഞ്ഞതില്ല. ഇടയ്ക്ക് ആരോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പുറത്ത് നല്ല മഴയാണ്. വളരെ മനോഹരമായ കുടകളല്ലേ. കണ്ടിട്ടും മതി വരാതെ പലരും അവിടെ സ്തബ്ധരായി നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. പുറത്തേക്കുള്ള വഴി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് പാറമേക്കാവ് അമ്പലം. അതിനോട് ചേർന്നുള്ള തൃശ്ശൂർ പൂരനഗരിയാണിത്. പൂരത്തിൻ്റെ എക്സിബിഷൻ ഹാളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന് മുന്നിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരെ കാണുന്നതാണ് പാറമേക്കാവ്. ഇപ്പോഴും മഴ അത്യാവശ്യം ശക്തിയിൽ തന്നെ പെയ്യുന്നുണ്ട്. ഞാൻ പാറമേക്കാവ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഉള്ള നടത്തത്തിനിടയിലാണ്. അവിടെ അമ്പലത്തിനോട് ചേർന്നാണ് പാറമേക്കാവിൻ്റെ ആനച്ചമയങ്ങളുള്ളത്. ഇത്രയും വലിയ മഴയായിട്ട് പോലും ഈ ആനച്ചമയം കാണാനായിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിലാണ് ജനങ്ങൾ വരിയായിട്ട് നിൽക്കുന്നത്. വരിയിൽ നിൽക്കുന്ന പലർക്കും കുടകളില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്നിട്ടും അവർ മഴ നനഞ്ഞുകൊണ്ട് അക്ഷമരായി ആനച്ചമയം കാണാൻ നിൽക്കുന്ന കാഴ്ച അവരിൽ എത്രമാത്രം തൃശ്ശൂർ പൂരത്തെ അവരുടെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നു എന്നതിനുള്ളൊരു തെളിവ് കൂടിയാണത്. വളരെ നീണ്ടൊരു വരിയാണ്. ആ വരി അവിടെ എത്തുമ്പോൾ സമയം കുറെ പിടിക്കും. അതിനാൽ ഞാൻ പാറമേക്കാവ് സമയ പ്രദർശനം കാണുവാനായിട്ട് നിന്നില്ല. പുറത്ത് നല്ല മഴയുണ്ട്. ആ മഴയിൽ കുട ചൂടിക്കൊണ്ടാണ് എൻ്റെയും യാത്ര. അങ്ങനെ അനേകം ഓർമ്മയുടെ ഗതകാല സ്മരണകൾ ഉയർത്തുന്ന, നൊസ്റ്റാൾജിയ ഉണർത്തുന്ന തൃശ്ശൂർ പൂരം വീണ്ടും സമാഗതമായിരിക്കുകയാണ്. പലരുടെയും മനസ്സിൽ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ഒരിക്കൽ കൂടി താലോലിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തൃശ്ശൂർ പൂരം. നിങ്ങൾക്കും കാണും അത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ. അവയെല്ലാം മനസ്സിൻ്റെ ചെപ്പിനകത്തിട്ട് താലോലിക്കുക. പൂരം കാണാൻ കഴിയുമെങ്കിൽ നാളെ ഈ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുക. അതിനാകട്ടെ മഴയില്ലാത്ത ഒരു ദിവസം ആ ഒരു പ്രാർത്ഥനയോടെ തൽക്കാലം ഞാൻ മടങ്ങുകയാണ്. നാളെ തൃശ്ശൂർ പൂരം കാണാൻ പറ്റും എന്ന വിശ്വാസത്തോടു കൂടി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.